Friends, welcome to the channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും നമ്മൾ സംഭവങ്ങളൊക്കെ കണ്ടായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് നമുക്ക് എങ്ങനെ കുറേ ലാക്കുകൾ സേവ് ചെയ്യാൻ പറ്റും. ശരിക്കും ആക്ച്വലി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കുറേ പേര് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ക്ലിക്ക് ബേക്സ് ആണ് സംഭവമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കും. പക്ഷേ ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും അറിയായിരിക്കും ക്രെഡിറ്റ് കാർഡ്സ് പറഞ്ഞാൽ എന്താ ഒരു ആക്ച്വലി ഒരു ലോൺ തന്നെയാണ്. അത് ഒരു കാർഡ് രൂപത്തിൽ നമുക്ക് തരുന്ന ഒരു റിക്കറിങ് ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും ക്രെഡിറ്റ് കാർഡ്സിൽ ഏറ്റവും അട്രാക്ഷൻ വരുന്നത് നമുക്ക് ക്യാഷ് ബാക്സ് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി നമ്മുടെ SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടായിരിക്കും. അതിൽ നമ്മൾ ഒരു ഇത്ര സമയം ഉപയോഗിച്ചാൽ നമുക്ക് എത്ര ക്യാഷ് ബാക്ക് തിരിച്ചു കിട്ടുന്നത് അതൊരു ഏണിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വൺ കാർഡിൽ നമ്മൾ ഇതിനെ കുറേ കാലം മുമ്പ് തന്നെ നമ്മൾ അതിന് ഇട്ടുണ്ടായിരുന്നു. വൺ കാർഡിൽ നമ്മൾ ഇത്ര ക്യാഷ് ഏൺ ചെയ്ത് തോന്നിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ കുറേ കാർഡുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഒരു ബെസ്റ്റ് ടൂൾ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ആക്ച്വലി ഇത്രയും സൂപ്പറായിട്ട് ഒരു ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന വേറൊരു ടൂളൊന്നും ഇല്ല എന്ന് ഞാൻ ആക്ച്വലി വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ലോൺ വെച്ചൊക്കെ കമ്പയർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എല്ലാ മന്ത്ലിയും റിപ്പോർട്ട് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, മിസ്സാവാണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു, അങ്ങനെ സംഭവമൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഹോം ലോണോ അല്ലെങ്കിൽ ഒരു കാർ ലോണോ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺ എന്തായാലും ആവശ്യം വരും. ഇഷ്ടംപോലെ ഇപ്പോൾ ആൾക്കാർ പേഴ്സണൽ ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് സ്കോറൊക്കെ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു കസിനും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറയാം. അപ്പോൾ രണ്ടുപേരും ആക്ച്വലി ഇപ്പോൾ ഒരു റീസെൻ്റ്ലി തന്നെ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ. അപ്പോൾ അവർ എടുത്തേക്കുന്ന ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് തന്നെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരാൾക്ക് 812 സംതിങ് ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. ആൾക്ക് ആക്ച്വലി ലോൺ കിട്ടിക്കുന്നത് ഹോം ലോൺ കിട്ടിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7% ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന് അവന് ഇതുപോലെ കറക്റ്റ് നോക്കാണ്ട് സംഭവമൊക്കെ ഉണ്ട് ഒരു 703 സംതിങ് ആണ് ക്രെഡിറ്റ് സ്കോർ ഉള്ളൂ. അപ്പോൾ പക്ഷേ അവന് കിട്ടിക്കുന്ന ഹോം ലോൺ പെർസെൻറ്റ് എന്ന് പറയുന്നത് 8.75 9.87.75% ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഒരു 1% ഒരു 1.25% ഇൻട്രസ്റ്റ് റേറ്റുള്ള ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് എന്താവാനാണ് നമ്മൾ ഹോം ലോണും കാർ ലോണൊക്കെ എടുക്കുന്നത് ലക്ഷങ്ങളിലാണ്. അതിൽ നിങ്ങളുടെ EMI ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും. ഇപ്പോൾ 1% ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലക്ഷങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾ ടോട്ടൽ അടിച്ച് തീരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് 11 ലക്ഷം അടച്ചാൽ മതിയായിരിക്കും, ചിലവർക്ക് ചിലപ്പോൾ 8 ലക്ഷത്തിൽ കാര്യം ചെയ്യും. ഈ 1% ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസ് ഇല്ല. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ നമുക്ക് ലോൺ എടുക്കുമ്പോൾ അതിൽ സേവ് ചെയ്യാൻ പറ്റും. അത് എന്ത് ടൈപ്പ് ലോൺ ആയിക്കോട്ടെ, അത് എന്താ പറയുക പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ. ഇപ്പോൾ എക്സ്പെഷ്യലി അത് നല്ല വലിയ ലോൺസ് എടുക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആവുക. എന്ന് വെച്ചാൽ നമ്മളറിയാം നമ്മൾ ഹോം ലോൺ സംഭവമൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ 10 കൊല്ലം 20 കൊല്ലം 25 കൊല്ലത്തേക്കാണ് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെയാണ് നമ്മൾ ഈ ചെറിയ ശതമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസിൻ്റെ നമുക്ക് ആ ലോൺ ഫുള്ള് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണ് തള്ളും, ബോധം പോവും. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് വരും, ലക്ഷങ്ങളുടെ ഡിഫറൻസ് വരും, 5 ലക്ഷം 6 ലക്ഷത്തിനൊക്കെ ഡിഫറൻസ് വരും ഈ ഹോം ലോണിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഇതുപോലെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങമാരി പൈസ ലാഭിക്കാൻ പറ്റും. എന്നാൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു 99% ആൾക്കാരും എന്തായാലും ഇതുപോലെ കാർ ലോണോ ഹോം ലോണോ എഡ്യൂക്കേഷനോ അങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഈ നമ്മുടെ ഹൈ എമൗണ്ട് ലോണൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സാധനം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അത് ഹൈ എമൗണ്ട് പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ലോൺ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല എമൗണ്ട് ഉള്ള ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഭയങ്കരമായിട്ട് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ക്രെഡിറ്റ് സ്കോർ നല്ല ക്രെഡിറ്റ് സ്കോർ നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ നല്ലോണം സേവ് ചെയ്യാൻ പറ്റും. അതും പോരാണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതുപോലെ നമ്മളത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി ക്രെഡിറ്റിൽ എന്താ പറയുക പോയിന്റ്സ്, റിവാർഡ് പോയിന്റ്സ്, ക്യാഷ് ബാക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഇടിവട്ട് ടൂൾ എന്ന് തന്നെ പറയാം. പക്ഷേ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞവർക്ക് ഇത് ഭയങ്കര ഇടിവട്ട് ടൂളാണ്. അല്ലാത്തവർ ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തവർ തന്നെ ചിലപ്പോൾ പണി കിട്ടി പണ്ടാണെങ്കിൽ ലോൺ ട്രാപ്പിൽ പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ചിലപ്പോൾ 40, 50, 60 ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ ഒരു സുഖമായിട്ട് പോകുന്നുണ്ടായിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദേ മാനേജ്. അതാണ് ഡിഫറൻസ് വരുന്നത്. അത് കാർഡായിക്കോട്ടെ മണി ആയിക്കോട്ടെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനിൽ അംബാനിയുടെ കാര്യമൊക്കെ എടുത്താൽ എത്ര അധികം കാശുള്ള ആളാണ്. അപ്പോൾ പാപ്പരാണ്. അപ്പോൾ ആളുടെ ചേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. അത് 2 പേര് ഡിഫറൻസ് വരുന്നേക്കുന്ന മണി മാനേജ്മെൻറ്റിലാണ്.
അത് പഠിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ഒരു ഡിസിപ്ലിനായിട്ട് തന്നെ പോകുന്ന തന്നെ വേണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് കുറേ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് പൊട്ടിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഉണ്ട്. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തവർ പൊട്ടിയിട്ട് അവരിട്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നത് ഒന്നെങ്കിൽ. അല്ലാണ്ട് ആരും അത്യാവശ്യം ബോധമുള്ള ആരും ക്രെഡിറ്റ് കാർഡ് പൊട്ടാന്ന് പറഞ്ഞ് വീഡിയോ ഇടില്ല, ഉറപ്പാണ്. അതൊന്നെങ്കിൽ അവർ ക്രെഡിറ്റ് കാർഡ് കണ്ടിട്ടേ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരും ചിലപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്സ് ആയുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ നോക്കാം. അതായത് ഇതുപോലെ കുറേ സ്റ്റുഡൻസും ഇതുപോലെ ആൾക്കാരൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ചുമ്മാ ഇതിന് വ്യൂസ് കിട്ടുന്നവർ വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ അഡ്വൈസും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പണിയിൽ കിട്ടരുതിട്ടാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു മാത്രം, നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കാണാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുത്തു പറഞ്ഞു മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഏൺ ചെയ്യാനും പറ്റും, നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അതൊരു ഒരു ഹൈലൈറ്റ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഈസ് എന്താ പറയുക, ഒരു ഇടിവെട്ട് ടൂൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് യൂസ് ചെയ്യാൻ അറിയണം, മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഏത് സാധനമായാലും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടില്ല. അത് എല്ലാത്തിനും ഉണ്ടായിരിക്കും, നെഗറ്റീവും പോസിറ്റീവും എന്തായാലും എല്ലാത്തിനും ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു സംഭവം തന്നെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പ്രീമിയം കാർഡ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. പ്രീമിയം കാർഡ്സ് ഒക്കെ ആക്ച്വലി ബിസിനസ് ഓണേഴ്സിനും മാത്രമല്ല റിച്ച് ആയ ആൾക്കാർക്കൊക്കെയാണ്. എന്ന് വെച്ചാൽ പ്രീമിയം കാർഡ്സിനകത്ത് അതിനനുസരിച്ച് നല്ല ബെനിഫിറ്റും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു പ്രത്യേകിച്ച് ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ എൻട്രി ലെവൽ കാർഡൊക്കെ എടുത്താൽ മതി. ഹൈ ലെവൽ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഷോപ്പിംഗ് മോളിലും അതുപോലെ തന്നെ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ കാർഡ് എടുക്കും, നല്ല ഇടിയോട്ട് സാധനം കിട്ടും, റെക്കമെൻഡ് ചെയ്യും. അവർക്ക് ഇതുപോലെ അവിടെ ഇരിക്കുന്നതൊക്കെ ഏജൻസികളാണ്, അവർക്ക് കമ്മീഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ടാർഗറ്റും ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ യൂസ് എന്താ, നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസ് എന്താ എന്ന് നോക്കിയിട്ട് മാത്രം ക്രെഡിറ്റ് കാർഡ് എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലെ അവൈലബിളാണ്. പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.